ഇന്ന് വൈകുണ്ഠ ഏകാദശി. ഈ ദിവസം വ്രതമെടുത്ത് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് പുനർജന്മത്തിൽ നിന്ന് മോചനം നൽകുമെന്നും പാപങ്ങൾ ഇല്ലാതാക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ഈ ദിവസം വൈകുണ്ഠത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് ഇതിനെ സ്വർഗവാതിൽ ഏകാദശി എന്നും വിളിക്കുന്നു. മറ്റ് ഏകാദശികളെ പോലെ തന്നെ ഭക്തർ ഈ ദിവസം പൂർണ്ണമായോ ഭാഗികമായോ വ്രതം ഉപവസിക്കുന്നു. ധാന്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുന്നു. ഈ ദിവസം വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് വലിയ പുണ്യമായി കരുതുന്നു. ഓം നമോ നാരായണായ എന്ന മന്ത്രവും വിഷ്ണു സഹസ്രനാമവും ജപിച്ചുകൊണ്ട് ഭക്തർ സമയം ചെലവഴിക്കുന്നു. ഭക്തർ രാത്രികളിൽ ഉറക്കമിളച്ച് ഭഗവാനെ ധ്യാനിക്കുന്നത് പതിവാണ്. തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ 6 വർഷത്തിലൊരിക്കൽ നടക്കുന്ന മുറജപം അവസാനിക്കുന്നത് വൈകുണ്ഠ ഏകാദശി നാളിലാണ്. തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രത്തിൽ ഈ ദിവസം അതീവ പ്രാധാന്യത്തോടെയാണ് ആഘോഷിക്കുന്നത്. അവിടെയുള്ള പ്രത്യേക വൈകുണ്ഠദ്വാരം ഈ ദിവസം മാത്രമേ ഭക്തർക്കായി തുറക്കുകയുള്ളൂ. ദേവന്മാരെ ഉപദ്രവിച്ചിരുന്ന മുരൻ എന്ന അസുരനെ വിഷ്ണുവിൻ്റെ ചൈതന്യത്തിൽ നിന്നും ഉദ്ഭവിച്ച ഏകാദശി ദേവി വധിച്ചത് ഈ ദിവസമാണെന്ന് പറയപ്പെടുന്നു. ഇതിൽ സന്തുഷ്ടനായ വിഷ്ണു ഭഗവാൻ ഈ ദിവസം വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് വൈകുണ്ഠപ്രാപ്തി നൽകുമെന്ന് അനുഗ്രഹിച്ചു. ഇതാണ് ഇതിൻ്റെ ഐതിഹ്യം. ഓം നമോ നാരായണായ.